എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർ കമൻ്റായിട്ട് എന്നോട് പറയാറുണ്ട്, ഇപ്പം കാനഡയിൽ നടക്കുന്ന നെഗറ്റീവുകളെല്ലാം ഇങ്ങനെ വിളിച്ചു പറയുമ്പോൾ ആൾക്കാർക്ക് ഇങ്ങനെ വളരെ രീതിയിലുള്ള സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള കണ്ടീഷനിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ആദ്യം തന്നെ പറഞ്ഞോട്ടെ, കാനഡയിൽ വരാത്ത ആൾക്കാരാണ് ഇങ്ങനത്തെ വീഡിയോ കാണുമ്പോൾ ആൾക്കാർക്ക് സ്ട്രെസ് ഉണ്ടാവുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കാനഡയിലേക്ക് വന്നിട്ടുള്ള എല്ലാവർക്കും തന്നെ ഒരു പേപ്പറിൽ സൈൻ ചെയ്തിട്ടാണ് കാനഡയിലേക്ക് വന്നേക്കുന്നത്. അതായത് കാനഡയിൽ PR വേണ്ട, ഞാൻ പഠിക്കാനായിട്ട് വന്നേക്കുവാണ്, പഠനശേഷം ഞാൻ തിരിച്ച് എൻ്റെ സ്വന്തം രാജ്യത്തേക്ക് പോകും എന്നുള്ളൊരു ഡോക്യുമെൻറ്റിൽ സൈൻ ചെയ്തിട്ടാണ് അവർ കാനഡയിലേക്ക് വന്നിട്ടുള്ളത്. അങ്ങനെയുള്ളവർക്ക് PR കിട്ടത്തില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ കാനഡയിലേക്ക് വന്നവർക്ക് ഞാൻ പറയുന്ന, അതായത് കാനഡയിലൊക്കെ ഇനി PR കിട്ടാനുള്ള പാടായിരിക്കും, അതായത് ഓരോ ദിവസവും PR കിട്ടുന്നവരുടെ എണ്ണം കുറച്ചുകൊണ്ട് വരികയാണ്, മാത്രമല്ല CRS ഇത്രയും കൂടിയത് കാരണം 500-ന് മുകളിലുള്ളവർക്ക് തന്നെ ഇപ്പം PR കിട്ടാൻ പ്രയാസമാണ് എന്നൊക്കെ വീഡിയോ ഞാൻ പറയുമ്പോൾ അതെങ്ങനെയാണ് അവർക്ക് സ്ട്രെസ്ഫുൾ ആവുന്നത്? ഈ കാര്യങ്ങളെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഞാൻ വീഡിയോയിൽ പറയാൻ പോകുന്നത്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കാനഡ വന്നിട്ടുള്ള ആൾക്കാർ അതിന് ശേഷം PR കിട്ടുന്നില്ല, അല്ലെങ്കിൽ കാനഡ വന്നതിന് ശേഷം ബുദ്ധിമുട്ടുണ്ടായി എന്നൊക്കെ പറയുമ്പോൾ ആദ്യം തന്നെ എല്ലാവരും പഴി പറയുന്നത് നാട്ടിൽ നിന്നുള്ള ഏജൻസികളെയാണ്. ആദ്യം തന്നെ പറയട്ടെ, ഞാനൊരു ഏജൻസിയുടെ ആളല്ല, മാത്രമല്ല ഞാനൊരു ഏജൻസിയുടെ സഹായത്തോടു കൂടിയല്ല കാനഡയിലേക്ക് വന്നത്. സെൽഫായിട്ടുള്ള ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിട്ടാണ് ഞാൻ PR എടുത്ത് കാനഡയിലേക്ക് വന്നിട്ടുള്ളത്. ഞാൻ ഏജൻസികളുടെ ന്യായം പറയുകയോ ഒന്നുമല്ല. എങ്കിൽ പോലും പല ആൾക്കാരും കാനഡയിലേക്ക് ഒരു സ്റ്റുഡൻറ്റ് വിസയായിട്ടോ അല്ലെങ്കിൽ PR എടുത്തോ ഒക്കെ കാനഡയിൽ വരികയുണ്ടായി. പലരും അത് ഏജൻസിയുടെ സഹായത്തോടു കൂടിയാണ് ചെയ്യുന്നത്. ഉറപ്പായിട്ടും ആ പ്രൊസീജിയർ എളുപ്പമാക്കാനും ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവാക്കാനും ഒക്കെ വേണ്ടിയാണ് ഏജൻസിയുടെ സഹായം എടുക്കുന്നത്. അതിൽ തെറ്റൊന്നുമില്ല. അപ്പോൾ ഏജൻസികളുടെ സഹായം എടുത്ത് അവർ പറയുന്ന കാര്യങ്ങളെല്ലാം വിശ്വസിച്ച് കാനഡയിലേക്ക് എത്തിയതിന് ശേഷം പിന്നീട് കാനഡയിൽ വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടായ ബുദ്ധിമുട്ടുകൾ, അത് ചിലപ്പോൾ PR കിട്ടാത്തതാവാം, അല്ലെങ്കിൽ ഒരു ജോലി കിട്ടാത്തതാവാം, അതിനൊക്കെ എല്ലാവരും കുറ്റപ്പെടുത്തുന്നത് ഈ ഏജൻസികളെയാണ്. ആദ്യം തന്നെ പറഞ്ഞോട്ടെ, നമ്മൾ കാനഡയിലേക്ക് വരുമ്പോൾ ആപ്ലിക്കേഷൻ എല്ലാം സബ്മിറ്റ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മളൊരു ഡോക്യുമെൻ്റ് സൈൻ ചെയ്തിട്ടാണ് കാനഡയിലേക്ക് വരുന്നത്. അതായത് ഞാനിപ്പോൾ ഒരു 2 ഇയറിൻ്റെ ഒരു കോഴ്സ് ചെയ്യാനാണ് പോകുന്നത്. ആ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം അവിടെ ഒരു വർക്ക് പെർമിറ്റ് കിട്ടുവാണെങ്കിൽ ആ വർക്ക് പെർമിറ്റിൽ ഞാനൊരു ജോലി ചെയ്തോളാം. അതിനുശേഷം വർക്ക് പെർമിറ്റ് എന്ന് എക്സ്പയർ ആവുന്നോ അന്ന് ഞാൻ തിരിച്ച് സ്വന്തം നാട്ടിലേക്ക് പോകാം എന്നൊക്കെ പറഞ്ഞൊരു ഡോക്യുമെൻ്റ് സൈൻ ചെയ്തിട്ടാണ് കാനഡയിലേക്ക് വരുന്നത്. അതിനെയാണ് SOP എന്ന് പറയുന്നത്, അതായത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പർപ്പസ് എന്ന് പറയും. ആ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പർപ്പസിൽ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടൊരു കാര്യങ്ങളാണ് നമ്മൾ അതിനകത്ത് എഴുതുന്നത്. അതായത് നാട്ടിൽ നിന്ന് എൻ്റെ പേര് ഇതാണ്, എൻ്റെ കുടുംബം ഇതാണ്, എൻ്റെ വിദ്യാഭ്യാസം ഇതാണ്, ഞാൻ ഇന്നൊരു കോഴ്സ് ചെയ്യാനാണ് കാനഡയിലേക്ക് പോകുന്നത്, കാരണം അത് ഇന്ത്യയിൽ റിലേറ്റഡ് ആയിട്ടുള്ളൊരു കോഴ്സ് ഇല്ല, അല്ലെങ്കിൽ ഞാൻ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന സബ്ജക്ട്സുകളൊന്നും ഇന്ത്യയിലെ സിലബസിലില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടൊരു ലെറ്റർ നമ്മൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല പഠനശേഷം നമ്മളവിടെ വർക്ക് പെർമിറ്റ് അല്ലെങ്കിൽ PGWP കിട്ടിയാൽ ആ രാജ്യത്ത് നിന്ന് വർക്ക് ചെയ്യാം. അതിനുശേഷം നമ്മുടെ സ്വന്തം രാജ്യത്തേക്ക് തിരിച്ചു വന്നിട്ട് അവിടെ പഠിച്ച മേഖല റിലേറ്റഡ് ആയിട്ടുള്ളൊരു ബിസിനസ് തുടങ്ങിയോ അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ഓഫീസിൽ വർക്ക് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. മാത്രമല്ല നാട്ടിൽ സ്വന്തമായിട്ട് വീടുണ്ട്, അല്ലെങ്കിൽ വസ്തുക്കളുണ്ട്, അല്ലെങ്കിൽ പേരൻസിനെയൊക്കെ നോക്കാനുള്ളതുകൊണ്ട് ഒരു കാരണവശാലും കാനഡയിൽ തുടരത്തില്ല എന്നൊക്കെയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നമ്മൾ ആ ലെറ്ററിൽ എഴുതി നമ്മൾ സൈൻ ചെയ്തതിന് ശേഷമാണ് ആപ്ലിക്കേഷൻ്റെ കൂടെ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നത്. ഈ ഒരു ഡോക്യുമെൻ്റ് സൈൻ ചെയ്ത് സബ്മിറ്റ് ചെയ്താൽ മാത്രമേ കാനഡയിലേക്ക് ഒരു സ്റ്റുഡൻറ്റ് വിസയിൽ വരാനുള്ളൊരു വിസ നമുക്ക് കിട്ടത്തുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ പല ഏജൻസികളും അവരുടെ ബിസിനസ് വളരാൻ വേണ്ടി അല്ലെങ്കിൽ കൂടുതൽ ക്ലയൻസിനെ ആകർഷിപ്പിക്കാൻ വേണ്ടിയൊക്കെ ഇതൊരു പ്രൊസീജിയറിൻ്റെ ഭാഗമാണ്, ഇതിലൊന്നും വലിയ കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവാം. നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഏതൊരു ഡോക്യുമെൻ്റാണോ സൈൻ ചെയ്യുന്നത് അതിനായിരിക്കും വാലിഡിറ്റി എന്ന് പറയുന്നത്. ഒരാൾ കൊണ്ട് എന്ത് വേണമെങ്കിലും പറയാം. ഇപ്പം നമ്മൾ നാട്ടിലെ ഒരു പരസ്യങ്ങളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ പരസ്യത്തിലൊക്കെ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്, ആ കാര്യങ്ങളൊക്കെ ആ പ്രൊഡക്റ്റിലുണ്ടാവും എന്ന് എത്ര ഉറപ്പാണുള്ളത്? എന്നാൽ ആ പ്രൊഡക്റ്റിൻ്റെ പുറയിൽ എന്തൊക്കെ കാര്യങ്ങളാണോ ലേബൽ ചെയ്തേക്കുന്നത് ആ കാര്യങ്ങൾ മാത്രമേ അതിനകത്ത് ഉണ്ടാകത്തുള്ളൂ. എന്നതുപോലെയാണ് നമ്മളൊരു ഡോക്യുമെൻ്റ് സൈൻ ചെയ്യുമ്പം അതിനായിരിക്കും വാലിഡിറ്റി. അങ്ങനെ നമ്മളിതെല്ലാം അറിഞ്ഞുകൊണ്ടാണ് ആ ഡോക്യുമെൻ്റ് നമ്മൾ സൈൻ ചെയ്തേക്കുന്നത്. അങ്ങനെ സൈൻ ചെയ്ത് കാനഡയിൽ വന്നിട്ടുള്ള ഒരാൾ പോലും അത് പിന്നീട് കാനഡയിൽ ഒരു PR കിട്ടിയില്ല, അല്ലെങ്കിൽ കാനഡയിൽ ഇവിടെ നിൽക്കാൻ അവർ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞ് ആരും കുറ്റപ്പെടുത്താറില്ല. അതുകൊണ്ടാണ് 2020 ശേഷം ഇങ്ങനൊരു പ്രൊസീജിയർ കാനഡ ഗവൺമെൻറ്
വെച്ചത്. ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതിൽ പ്രകാരം ഇപ്പോൾ CRS ഒക്കെ 500 മുകളിലുള്ളവരെ മാത്രമേ വിളിക്കുന്നുള്ളൂ. മാത്രമല്ല PR ഒക്കെ കൊടുക്കുന്നവരുടെ എണ്ണമൊക്കെ വളരെ കുറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല പല കോഴ്സ് പഠിച്ചവർക്കും ഒരു PGWP പോലും അവർക്ക് കിട്ടുന്നില്ല. അങ്ങനെ കിട്ടാത്ത കാരണം അവർക്ക് തിരിച്ച് നാട്ടിലേക്ക് പോകേണ്ടിയൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ഇതെല്ലാം അറിഞ്ഞുകൊണ്ടാണ് പല ആൾക്കാരും സ്റ്റുഡൻറ്റ് വിസയിലൂടെ കാനഡയിലേക്ക് വന്നിട്ടുള്ളത്. എൻ്റെ വീഡിയോ കാണുന്ന പല ആൾക്കാരും ഈ SOP യെക്കുറിച്ചൊന്നും അറിയാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ആൾക്കാർക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടാക്കുന്നു എന്നൊക്കെ പറയുന്നത്. സ്റ്റുഡൻറ്റ് വിസയിലൊക്കെ കാനഡയിൽ വന്നിട്ടുള്ള എല്ലാവർക്കും തന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ അറിയാവുന്നതാണ്. SOP സൈൻ ചെയ്യാത്ത ഒരാൾ പോലും ഇപ്പം കാനഡയിലില്ല. അങ്ങനെ സൈൻ ചെയ്തിട്ടുള്ളവർക്ക് അവർ റിസ്ക് എടുത്ത് തന്നെയാണ് ഒരു കാനഡയിൽ വന്നേക്കുന്നത്. എന്നാൽ കാനഡയിലൊന്നും സ്റ്റുഡൻറ്റ് വിസയിലെ ആപ്ലിക്കേഷൻ ഒന്നും സബ്മിറ്റ് ചെയ്യാത്ത പല ആൾക്കാരും വിചാരിക്കുന്നത് കാനഡയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും PR കിട്ടും, കാനഡ ഗവൺമെൻറ് അത് പറഞ്ഞിട്ടാണ് ആൾക്കാരെ കൊണ്ടുവന്നേക്കുന്നത് എന്നൊക്കെയാണ്. എന്നാൽ കാനഡയിൽ പഠിക്കാൻ വന്നിട്ടുള്ള എല്ലാവർക്കും തന്നെ അറിവുള്ളതാണ് ഈ SOP കാരണം നമ്മൾ സൈൻ ചെയ്ത ഡോക്യുമെൻറ്റിൻ്റെ വാലിഡിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ ഒരു PR കിട്ടിയില്ലെങ്കിൽ തിരിച്ചു പോവാതെ വേറെ മാർഗമില്ല എന്നുള്ളത്. കാനഡയിൽ PR കിട്ടിയില്ല എന്ന് പറയുമ്പോൾ അതൊരു ലോകാവസാനമൊന്നുമല്ല. കാരണം ഇതിനേക്കാൾ നല്ല അവസരങ്ങളൊക്കെ വേറെ ഇഷ്ടം പോലെ വരും. കാനഡയിൽ വന്നിട്ടുള്ള പല ആൾക്കാർക്കും അതൊക്കെ കൃത്യമായിട്ട് ഇപ്പോൾ മനസ്സിലായിട്ടുമുണ്ട്. എന്നാൽ കാനഡയിലേക്ക് പോകണമെന്ന് ആഗ്രഹം മാത്രം ഉണ്ടായിരുന്ന പല ആൾക്കാരും അവരൊന്നും ആപ്ലിക്കേഷനൊന്നും സബ്മിറ്റ് ചെയ്യുകയൊന്നും ചെയ്യാത്ത കാരണം ഇങ്ങനത്തെ പ്രൊസീജിയറൊന്നും അറിയാത്തതാണ്. പല മാധ്യമപ്രവർത്തകരും കാനഡയിൽ PR കൊടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വളരെ സെൻസേഷണൽ ന്യൂസ് കൊടുക്കുമ്പോൾ പലരും വിചാരിക്കുന്നത് ആൾക്കാരെല്ലാം പറ്റിച്ചിട്ടാണ് കാനഡ ഇങ്ങനെ പൈസ ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ എല്ലാവർക്കും വാഗ്ദാനമൊക്കെ നൽകിയിട്ടുണ്ട് PR കൊടുക്കുമെന്നൊക്കെയാണ് എല്ലാവരും വിചാരിക്കുന്നത്. കാനഡയിൽ പഠിച്ചിട്ടുള്ള എല്ലാവർക്കും തന്നെ ഫ്യൂച്ചറിലാണെങ്കിൽ ഇനിയൊരു PR എടുത്ത് കാനഡയിലേക്ക് വരാനും ഒക്കെ അവസരമുണ്ട്. അത് തിരിച്ച് നാട്ടിലേക്ക് പോയാൽ പോലും അവർക്ക് അത്രയും നാൾ അവർ പഠിച്ച കോഴ്സിൻ്റെ ആയിട്ടുള്ള പോയിൻസും അവർ വർക്ക് ചെയ്ത വർക്ക് എക്സ്പീരിയൻസിനായിട്ടുള്ള പോയിൻസും എല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ എന്നാണോ CRS കുറഞ്ഞിട്ടുള്ള ഡ്രോ അവർ കണ്ടക്ട് ചെയ്യുന്നത് ആ ഡ്രോയിൽ അവർക്കും പങ്കെടുക്കാൻ പറ്റും. അങ്ങനെ ഡ്രോയിൽ അവർക്ക് ഇൻവിറ്റേഷൻ കിട്ടിയാൽ ഏത് സമയത്തും തിരിച്ചവർക്ക് കാനഡയിലേക്ക് വരാനും പറ്റും. അങ്ങനെ കാനഡയിലെ കോഴ്സ് പഠിച്ചു, ഇത്രയും കാശ് മുടക്കി, എന്നിട്ട് തിരിച്ച് നാട്ടിലേക്ക് പോയി ഇനി ഒന്നുമില്ല എന്നൊക്കെ വിചാരിക്കേണ്ട ഒട്ടും തന്നെ ആവശ്യമില്ല. കാനഡയിലേക്ക് പുതിയതായിട്ട് വരാൻ ഒരാൾ ആഗ്രഹിക്കുന്നതിനേക്കാളും കൂടുതൽ പോയിൻറ്റ്സ് ഇവിടുന്ന് ഒരു കോഴ്സ് ചെയ്ത ഒരാൾക്ക് തന്നെ ആയിരിക്കും ഉണ്ടാവുക. അത് എത്ര നാൾ കഴിഞ്ഞാലും ആ പോയിൻറ്റ്സ് ഒന്നും കുറയത്തില്ല. ഏജ് കൂടുന്നതനുസരിച്ചിട്ട് പ്രത്യേകിച്ച് 30 വയസ്സൊക്കെ കഴിയുമ്പോൾ ഒരു 5 പോയിൻറ്റ്സ് വെച്ച് മാത്രമേ കുറയത്തുള്ളൂ. 45 വയസ്സ് വരെ കാനഡയിൽ ഒരു PRന് വേണ്ടി അപ്ലൈ ചെയ്യാനും സാധിക്കുന്നതാണ്. ഇതുപോലത്തെ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ഇറ്റ്സ് മീ സൈനിങ് ഓഫ്. ബൈ.